തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ തന്നെ പുതിയ KPCC അധ്യക്ഷനെ തെരഞ്ഞെടുക്കുമെന്നായിരുന്നു കോൺഗ്രസ് നേതാക്കന്മാർ പറഞ്ഞത്. നിലവിലെ KPCC അധ്യക്ഷൻ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് മത്സരിച്ചു, വിജയിച്ചു, മന്ത്രിയായി. പക്ഷേ മാസങ്ങൾ 2-3 കഴിഞ്ഞിട്ടും പുതിയ KPCC അധ്യക്ഷനിലേക്ക് എത്തിച്ചേരാൻ കോൺഗ്രസിന് കഴിയുന്നില്ല. പല പേരുകളും പലരും അവകാശവാദം ഉന്നയിക്കുകയും ചെയ്യുന്നു. അതാണ് ഇപ്പോൾ കോൺഗ്രസിന് തലവേദനയായി മാറുന്നത്. ഇതിനിടയിൽ ചില ഉന്നത കോൺഗ്രസ് നേതാക്കന്മാർ അവരുടെ ഏറ്റവും അടുത്ത അനുയായികളെ സംസ്ഥാന കോൺഗ്രസിന്റെ അധ്യക്ഷനാക്കാനുള്ള നീക്കവും തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. KC വേണുഗോപാലിന് ഷാഫി പറമ്പിൽ MPയെ KPCC അധ്യക്ഷനാക്കണം എന്നാണ് താല്പര്യം. AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയ്ക്കാകട്ടെ കൊടിക്കുന്നിൽ സുരേഷിനെ KPCC അധ്യക്ഷനാക്കണം. 2 നേതാക്കന്മാരും 2 പേരുടെ പേരുകൾ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. കേരളത്തിലെ നേതാക്കന്മാർ അങ്ങനെ പേരുകളൊന്നും തന്നെ ഉന്നയിച്ചിട്ടില്ല എങ്കിൽ തന്നെയും പഴയ A ഗ്രൂപ്പുകാർ ബെന്നി ബെഹ്നാൻ MPയുടെ പേര് നിർദ്ദേശിച്ചിട്ടുണ്ട്. ആന്റണി MPയ്ക്കും KPCC അധ്യക്ഷനാവാൻ മോഹമുണ്ട്. അവിടെയും അവസാനിക്കുന്നില്ല. അടൂർ പ്രകാശ് MP, രാജ്മോഹൻ ഉണ്ണിത്താൻ MP തുടങ്ങി ഒട്ടനവധി പേരാണ് ഇപ്പോൾ KPCC അധ്യക്ഷ പദവിക്ക് മോഹം വച്ചിരിക്കുന്നവർ. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു അവസാന തീരുമാനത്തിൽ എത്തിച്ചേരാൻ കോൺഗ്രസിന് കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു പക്ഷേ പാർലമെന്റ് സമ്മേളനം കഴിയുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനത്തിൽ എത്തിച്ചേരാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ ചില കേരള നേതാക്കന്മാർ പറയുന്നുണ്ട്. KPCC അധ്യക്ഷനെ തിരഞ്ഞെടുക്കാത്തത് കാരണം മന്ത്രിസഭയുമായി ബന്ധപ്പെട്ട പല തീരുമാനങ്ങളും എടുക്കുവാൻ കോൺഗ്രസിന് കഴിയുന്നില്ല. മാത്രവുമല്ല, ബോർഡ് കോർപ്പറേഷൻ പദവികൾ പങ്കുവയ്ക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇടതുമുന്നണി സർക്കാർ അധികാരത്തിലിരുന്ന സമയത്ത് അവർ കൃത്യമായി മുഖ്യമന്ത്രി ചുമതലയേറ്റ് 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ പ്രധാനപ്പെട്ട പദവികളിലേക്കുള്ള ആളുകളെയെല്ലാം നിയമിച്ചു കഴിഞ്ഞിരുന്നു, പ്രത്യേകിച്ചും ബോർഡ് കോർപ്പറേഷൻ ചെയർമാൻമാരെ. ഇവിടെ കോൺഗ്രസിൽ ബോർഡ് കോർപ്പറേഷൻ ചെയർമാൻമാരെ നിയമിക്കാൻ കഴിയാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു. ഇനി പുതിയ KPCC അധ്യക്ഷൻ വരണം. പഴയ അധ്യക്ഷൻ അല്ലെങ്കിൽ ഇപ്പോഴത്തെ നിലവിലുള്ള അധ്യക്ഷനായ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് ആകട്ടെ അധ്യക്ഷ പദവിയിൽ നിന്നും മാറിയിട്ടില്ല എങ്കിൽ തന്നെയും കോൺഗ്രസിന്റെ ഭരണപരമായ കാര്യങ്ങളിലൊന്നും തന്നെ കാര്യമായി ഇടപെടുന്നതുമില്ല. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് എടുക്കേണ്ട തീരുമാനങ്ങളൊന്നും എടുക്കുന്നതുമില്ല. അതാണ് ഇപ്പോൾ പാർട്ടിക്കുള്ളിലെ പ്രധാന പ്രശ്നം. ഒരു തീരുമാനമെടുക്കാൻ ആളുണ്ടായിരുന്നെങ്കിൽ പ്രശ്നങ്ങളൊക്കെ വേഗത്തിൽ പരിഹരിക്കാൻ കഴിയുമായിരുന്നു എന്നാണ് മുഖ്യമന്ത്രി തന്നെ പറയുന്നത്. എന്തായാലും വലിയ കാലതാമസമില്ലാതെ ഒരു KPCC അധ്യക്ഷനെ എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ അങ്ങ് കേന്ദ്രത്തിൽ പ്രശ്നം തീരണം. അതായത് 2 മുതിർന്ന നേതാക്കന്മാർ 2 അനുയായികളുടെ പേരുകൾ അവർ പറയുന്നു, അവരുടെ താല്പര്യം അവരറിയിക്കുന്നു. അന്തിമ തീരുമാനമെടുക്കേണ്ടത് രാഹുൽ ഗാന്ധിയാണ്. പക്ഷേ അദ്ദേഹവും മൗനത്തിലാണ്. പിന്നീട് സംസ്ഥാന മുഖ്യമന്ത്രിയും പറയണം അഭിപ്രായം. എന്നാൽ മാത്രമേ KPCC അധ്യക്ഷന്റെ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാവുകയുള്ളൂ. നിലവിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദങ്ങൾ ഒന്നും തന്നെ ഇല്ലെങ്കിലും 10ഓളം നേതാക്കന്മാരാണ് KPCC അധ്യക്ഷൻ എന്ന പദവി മനസ്സിൽ സൂക്ഷിക്കുന്നത്. പക്ഷെ അവരാരും ഒന്നും പുറത്തു പറയുന്നില്ല. അവരുടെ അനുയായികളും അവരെ പിന്തുണയ്ക്കുന്ന നേതാക്കന്മാരുമൊക്കെ അവരുടെ പേരുകൾ പറയുന്നുണ്ട്. ചുരുങ്ങിയ ദിവസം കൊണ്ട് തന്നെ ചർച്ചകൾ പൂർത്തിയാക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ 2 മാസം മുമ്പേ തന്നെ നേതാക്കന്മാർ പറഞ്ഞിരുന്നു. ഒരു പക്ഷേ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുത്തതുപോലെ തന്നെ കേരളത്തിൽ നിന്നുള്ള നേതാക്കന്മാരെ മുഴുവൻ അങ്ങ് ഡൽഹിയിലേക്ക് വിളിപ്പിക്കാനുള്ള സാധ്യതയുമുണ്ട്. ഓരോരുത്തർക്കും പറയാനുള്ളത് കേൾക്കും. അതിനുശേഷം ഒരു അന്തിമ തീരുമാനത്തിലേക്ക് രാഹുൽ ഗാന്ധി എത്തിച്ചേരും എന്നാണ് ചില നേതാക്കന്മാർ പറയുന്നത്. എന്തായാലും KPCC അധ്യക്ഷനില്ലാത്തത് പല ബോർഡുകളിലും പല കോർപ്പറേഷനുകളിലും ചെയർമാൻമാരെ തിരഞ്ഞെടുക്കാൻ കഴിയാതെ നീണ്ടുപോവുകയാണ്. ഇവരുണ്ടെങ്കിൽ മാത്രമേ അതിൻ്റെ ഭരണ സംവിധാനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ. ഇടതു സർക്കാരിൻ്റെ സമയത്തുണ്ടായിരുന്നവർ രാജിവെച്ച് കഴിഞ്ഞിരിക്കുന്നു. ഭരണസ്തംഭനം പല സ്ഥലങ്ങളിലും നേരിടുന്നു. ഈ പ്രതിസന്ധി പരിഹരിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ ഈ പ്രതിസന്ധി പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ കോൺഗ്രസിന്റെ തലപ്പത്തെ പ്രതിസന്ധി പരിഹരിക്കണം. അതിനായി നേതാക്കന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ മുഖ്യമന്ത്രി ഇതുവരെയായും
ആരാകണം KPCC അധ്യക്ഷൻ എന്ന കാര്യത്തിൽ മനസ്സ് തുറന്നിട്ടേയില്ല. കാരണം അദ്ദേഹത്തിനുമുണ്ടായിരുന്നു ചില അനുഭവങ്ങൾ. അതുകൊണ്ട് തന്നെ തൽക്കാലം മുഖ്യമന്ത്രി മൗനത്തിലാണ്. KPCC അധ്യക്ഷ പദവിക്ക് വേണ്ടി അവകാശവാദം ഉന്നയിക്കുന്നവർ KPCC ഓഫീസിൽ ഒട്ടുമിക്ക ദിവസവും എത്തുന്നു, മുതിർന്ന നേതാക്കന്മാരെ കാണുന്നു, മടങ്ങുന്നു. എന്തായാലും വരും ദിവസങ്ങളിൽ ചർച്ചകൾ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം. പക്ഷേ AICC നേതൃത്വത്തിന്റെ തീരുമാനം അന്തിമമായിരിക്കുമെന്ന് കേരള നേതാക്കന്മാരും പറയുന്നുണ്ട്. ഈ പാർലമെന്റ് സമ്മേളനത്തിന് ശേഷം ഒരു പക്ഷേ അതിലും ഒരു തീരുമാനം എത്തുമെന്ന് പ്രതീക്ഷിക്കാം. പക്ഷേ എല്ലാ നേതാക്കന്മാരെയും തൃപ്തരാക്കിക്കൊണ്ടുള്ള ഒരു അധ്യക്ഷൻ എന്നുള്ളത് യാഥാർത്ഥ്യമാകുമോ എന്നുള്ളതാണ് പല കോൺഗ്രസ് നേതാക്കന്മാരും ചോദിക്കുന്നത്.